ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ നമ്മുടെ സീക്രട്ട് ഹിഡൻ കേവിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നേരെ മാപ്പ് എടുത്ത് ബാങ്കി ടു സുരഭയ റൂട്ട് ചൂസ് ചെയ്യുക. പിന്നെ നമ്മളോട് നിന്നുള്ളത് നമ്മുടെ ക്രൗൺ യോദ്ധാവാണ്. അപ്പോൾ ഈ മോഡലിംഗ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ക്രൗൺ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ക്രൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ തേർഡ് മാപ്പിലാണ് നമ്മുടെ ഈ ഹിഡൻ കേവ് വരുന്നത്. അപ്പം ലേശം ലോങ് ആണ് റൂട്ട്, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് ചെറിയ സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല കിടിലൻ റൂട്ടൊക്കെയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്, സീൻ റൂട്ടാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കണ്ടു നോക്കുക. അതൊരു കിടിലൻ വാട്ടർഫോളാണ്, കടലുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സാധനം. അപ്പോൾ അത് സീൻസാണ്. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം നമ്മുടെ കേവ് മാത്രം, നമ്മുടെ ഹിഡൻ കേവ് മാത്രം. നമ്മുടെ ഫസ്റ്റ് മാപ്പ് ഏകദേശം തീരാനായിട്ടുണ്ട്. ഏതാ ഗൈസ്, അപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് പന്തി മറിയാൻ പോയതാണ്. പുറത്തെ ക്യാമറ ആംഗിളാണ്, നിങ്ങൾക്കും കാണാമായിരുന്നു. പിന്നെ എനിക്ക് സ്കില്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഏത് വണ്ടീനെ പിടിച്ച് നിർത്താം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാപ്പ് ഏകദേശം തീരാനായി. പിന്നെ ഗൈസ് നിങ്ങൾ ഇവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ കടലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വാട്ടർഫോൾ, ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത സൈഡിലുള്ള. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാപ്പ് ഏകദേശം തീരാനായിട്ടുണ്ട്. ഫസ്റ്റ് മാപ്പ് ഇവിടം കൊണ്ടങ്ങ് തീർന്നു. നമ്മൾ സെക്കൻഡ് മാപ്പിൽ എൻ്റർ ആയിട്ടുണ്ട്. നല്ല മഴയാണ്, വൈപ്പറിൻ്റെ ബ്ലേഡ് മാറ്റേണ്ടി വരുമല്ലോ ഈ വണ്ടിക്ക് ഗൈസ്. പിന്നെ നമ്മുടെ ഈ ക്രൗണിൻ്റെ നെയിം ബോർഡിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സാധനമാണ്. നമ്മുടെ നമ്മുടെ മോഡ് വണ്ടി കയറ്റുന്ന പോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് 3-4 ഇതായിട്ട് കത്തുന്ന പോലെ ഒന്നുമല്ല, ആ വൈപ്പർ ആനിമേഷൻ പോകുന്ന പോലെ കിടിലനായിട്ട് അതങ്ങ് പോകും ഗൈസ്. നിങ്ങൾക്ക് ഈ മോഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ബസ്സിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെറിയ സമയത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ടാവും അതിനകത്ത്. നമുക്ക് ഈ മോഡ് മാത്രം കയറ്റിയാൽ പോരാ, മോഡ് ലിവറേയും കൂടെ കയറ്റണം, അതാ ടാസ്ക് വരുന്ന എല്ലാവർക്കും ഗൈസ്. പിന്നെ സെക്കൻഡ് മാപ്പിൽ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. ഇവിടെ നമ്മൾ ഈ ഇടത്തോട്ടുള്ള ഈ റോഡിൽ കൂടെയാണ് പോകേണ്ടത്, വലത്തോട്ടുള്ള റോഡിൽ കൂടെ ഇല്ല. പിന്നെ ആ വളവ് ജസ്റ്റ് ചെറിയൊരു സീനാണ്, ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചാൽ നല്ലതായിരിക്കില്ല, വണ്ടി ആരുടെയും മുറ്റത്ത് പോയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ലേശം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മാപ്പ് ഏകദേശം തീരും. പിന്നെ സെക്കൻഡ് മാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വില്ലേജ് ടൈപ്പ് റോഡ് കയറും. പിന്നെ ഈ റോഡിന് ഇത്ര വീതിയൊന്നുമില്ല, 2 വേ ആണ്, അതും 2 വേ തന്നെയാണ്, പക്ഷേ ഇത്ര വീതിയൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടി എവിടെയൊക്കെ പോയി കയറാൻ നല്ല സ്കോപ്പുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചുള്ള വണ്ടികൾ എടുത്തിട്ട് നമ്മുടെ ഈ കേവിലോട്ട് പോവുക. പിന്നെ ഗൈസ് ഇതുപോലത്തെ കിടിലൻ കുറേ സ്ഥലങ്ങളിലെ ഹിഡൻ പ്ലേസസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക ഗൈസ്. അപ്പം ഏകദേശം നമ്മുടെ സെക്കൻഡ് മാപ്പ് ഇവിടം കൊണ്ട് കഴിഞ്ഞു. സെക്കൻഡ് മാപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ തേർഡ് മാപ്പിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. എടാ മഴ ഇതുവരെ പോയില്ലടാ, ഇതെന്ത് മഴയത്, എന്തുവായത് ഗൈസ്. ഇപ്പോൾ തേർഡ് മാപ്പിൽ എത്തിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം മാപ്പിൽ ബ്ലൂ ലൈൻ നേരെ പോകാനാണ് കാണിക്കുക. നമ്മൾ കേവിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറെ വഴി കയറാനുണ്ട്. തേർഡ് മാപ്പിൽ കയറിയിട്ട് രണ്ടാമത് റൈറ്റിലോട്ടുള്ള റോഡിലോട്ട് വേണം നമ്മൾ തേർഡ് മാപ്പിൽ നിന്ന് കയറാനായിട്ട്. ജസ്റ്റ് ഒന്ന് തുള്ളിപ്പോയത്, ആ കാറുകാരൻ ചത്തെന്ന് തോന്നുന്നു, നമ്മളെ ചാടിച്ച്, അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായി കേസ്. അപ്പം രണ്ടാമത് റൈറ്റിലോട്ട് കാണുന്ന റോഡിലോട്ട് വേണം നമ്മൾ തിരിയാൻ വേണ്ടിയിട്ട്, എന്നാലേ കിട്ടുള്ളൂ, നമ്മുടെ റോഡ് കിട്ടുള്ളൂ. അതിന് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എങ്ങനെ അങ്ങോട്ട് കയറേണ്ടതെന്നൊക്കെ. പിന്നെ ചിലപ്പോൾ ഡൗട്ട് അടിക്കും. ഇവിടെ ഇങ്ങനത്തെ കുറേ കട്ട് റോഡുണ്ട്, അപ്പം നമുക്ക് സംശയം തോന്നാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഞാൻ ആദ്യം ഇങ്ങോട്ടുള്ള റോഡാണെന്ന് വിചാരിച്ച് ഇവിടെ നിർത്തി കേസ്, പിന്നെ മനസ്സിലായി ഇവിടെ ഇല്ലാന്ന്. ഇതാണ് ഫസ്റ്റ് റോഡ്, നമ്മൾ റൈറ്റിലോട്ട് തിരിയാനുള്ള തേർഡ് മാപ്പിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട് നമുക്ക്, നമ്മുടെ കേവിലോട്ടുള്ള വഴി. അത് ഏകദേശം എത്താനായിട്ടുണ്ട്, നമ്മളിപ്പം അതിൻ്റെ അടുത്തോട്ടായിട്ടുണ്ട് ഗൈസ്. ഈ ഭാഗത്ത് എവിടെയോ ആണ് ദേ ചേച്ചി. പിന്നെ ഈ ക്രൗൺ യോദ്ധാവിന് ഇത് തന്നെയാണ് പണി, നമ്മൾ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇടിക്കാനേ നേരമുള്ളൂ ഗൈസ്. അതാണ് നമ്മുടെ ആ കേവിലോട്ടുള്ള വഴി ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മൾ എത്തുന്നു ഗൈസ്, നമ്മൾ ഏകദേശം എത്താനായി. ഇതാണ് നമ്മുടെ കേവിലോട്ട് ഉള്ള റോഡ്. നമ്മൾ പറഞ്ഞു മറക്കേണ്ട, തേർഡ് മാപ്പിൽ എത്തിയിട്ട് രണ്ടാമത് റൈറ്റിലോട്ടുള്ള ഈ കട്ട് റോഡാണ് പോകേണ്ടത്. ഇതിൽ നേരെ പോയാൽ മതി. ഇവിടെ നിന്ന് വേറെ തെറ്റാണെന്നില്ല, ഈ കട്ട് റോഡ് റൈറ്റിലോട്ടുള്ള കട്ട് റോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തന്നെ പോയാൽ മതി, വേറെ അങ്ങോട്ട് തെറ്റണ്ട.
അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനത്തെ ചെറിയൊരു കയറ്റം കിട്ടും. നമ്മുടെ ക്രൗഡിന് പുള്ളിങ് ലേശം കുറവാണ്. വീഡിയോ പ്ലേ ബാക്കിന് സ്പീഡ് കൂട്ടിയോണ്ടാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ അടിച്ച് കയറി പോണത്. എടാ ദേണ്ട പിന്നെയും മഴ. ഇത് എന്തൊരു കാലാവസ്ഥയാണോ ദൈവമേ. ഗൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ സാക്ഷാൽ കേവ്. അപ്പോൾ നമ്മൾ കേവിലോട്ട് മെല്ലെ എൻ്റർ ആയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വർക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് കേട്ടോ ഈ കേവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ ചെറിയൊരു നാരോ റൂട്ടാണ് കേവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. ഗൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. വണ്ടിയുടെ ലൈറ്റ് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.